Today we are going to discuss about speed torque characteristics. എങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡ് ടോർക്ക് കേവ് വരയ്ക്കുക അല്ലെങ്കിൽ ടോർക്ക് സ്ലിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ സ്പീഡ് ടോർക്ക് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ടോർക്ക് സ്ലിപ്പ് കേവ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെ, ഒരേ ക്യാരക്ടേഴ്സ് തന്നെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളെ സിഗ്നസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസിൽ ഈ കേവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ വരയ്ക്കുക. വൈ ആക്സിസിൽ ടോർക്കും എക്സ് ആക്സിസിൽ സ്പീഡ് അല്ലെങ്കിൽ എക്സ് ആക്സിൽ സ്ലിപ്പും ആയിരിക്കും നിങ്ങൾ വരച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇനി നമ്മൾ ഡ്രൈവ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? വൈ ആക്സിസിൽ ഒമേഗയും എക്സ് ആക്സിസിൽ ടോർക്കുമാണ് വരയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇതേ ഫിഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി വരയ്ക്കാം, ഇങ്ങനെ തന്നെ വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ നോക്കിയേ, എന്താ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ളത്? സ്റ്റാർട്ടിങ്ങിൽ സ്ലിപ്പിൻ്റെ വാല്യൂ എന്താണ്? 1. ഓക്കെ, സ്ലിപ്പിൻ്റെ വാല്യൂ ഈസ് 1 ആൻഡ് ആ സമയത്ത് സ്പീഡ് എത്രയായിരിക്കും? സ്ലിപ്പിൻ്റെ വാല്യൂ 1 ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, സ്പീഡ് എത്രയാണ്? 0. ഓക്കെ, ഇനി മാക്സിമം സ്പീഡ്, അതായത് നമ്മൾ എത്ര പറയുന്നത്? സിഗ്നസ് സ്പീഡ്. ഒരിക്കലും സിഗ്നസ് സ്പീഡൊന്നും ഇൻഡക്ഷൻ മോട്ടർ റൺ ചെയ്യില്ല. ഇൻഡക്ഷൻ മോട്ടറിലെ സ്പീഡ്, റോട്ടറിൻ്റെ സ്പീഡ് സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ ആ സമയത്തുള്ള സ്ലിപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ എന്താ വരയ്ക്കുന്നത്? ഒന്നില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് പറയാം? സ്ലിപ്പാണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്താണെന്ന് പറയാം? സ്പീഡ് എന്ന് പറയാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ സ്ലിപ്പ് അല്ലെങ്കിൽ സ്പീഡ്. അപ്പോൾ രണ്ടും, അപ്പോൾ അതായത് സ്ലിപ്പിൻ്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് സ്പീഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സ്ലിപ്പിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്ത് സ്പീഡ് എന്തായിരിക്കും? സിഗ്നസ് സ്പീഡ് ആയിരിക്കും. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇനി എങ്ങനെയാണ് ഈ കേവിന് ഇങ്ങനത്തെ ഷേപ്പ് വന്നിട്ടുള്ളത്? ഓക്കെ, അതായത് മൊത്തത്തിൽ നമുക്കിതിനെ 2 റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇത്രയും റീജിയനിൽ സ്ലിപ്പിൻ്റെ വാല്യൂ എന്തായിരിക്കും? വലിയ വാല്യൂ ആയിരിക്കും. 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലിപ്പിൻ്റെ സ്ക്വയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയേ, സ്ലിപ്പിൻ്റെ വാല്യൂ എന്താണ്? 0നോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ ആയതുകൊണ്ട് ഈ റീജിയൻ എന്താണ്? ലോ സ്ലിപ്പ് റീജിയനാണ്. ഈ റീജിയൻ ഒരു ലോ സ്ലിപ്പ് റീജിയനാണ്. ഈ റീജിയൻ എന്താണ്? ഹൈ സ്ലിപ്പ് റീജിയനാണ്. അപ്പോൾ നമുക്ക് 2 റീജിയനായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ എന്താണ്? ഹൈ സ്ലിപ്പ് റീജിയൻ. ഇതാണ് നമ്മുടെ ലോ സ്ലിപ്പ് റീജിയൻ. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്നൊന്ന് നോക്കാം. എന്താ ടോർക്കിൻ്റെ ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനും ഇതൊക്കെ മോറോർലെസ് സെയിം തന്നെയാണ്. ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഗ്രാഫ് എങ്ങനെയാണ് വന്നതെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതുകൊണ്ടാണ് ഈ മെത്തേഡ് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ പ്രൊപ്പോർഷനാണ്? ഫ്ലക്സ് ഇൻറ്റു റോട്ടർ കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ. ഓക്കെ, ഞാൻ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയപ്പോൾ അവിടെ എന്ത് വന്നു? ഒരു കോൺസ്റ്റൻറ്റ് കെ വന്നു ഇൻറ്റു ഫ്ലക്സ് ഫൈ. കറണ്ട് എന്താ? റോട്ടറിലെ കറണ്ട്, റോട്ടറിലെ EMF SCR ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് RR² പ്ലസ് SXRD ഹോൾ സ്ക്വയർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ് വരിക? RR ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഇമ്പിഡൻസ് എന്താണ്? RR² പ്ലസ് SXRD ഹോൾ സ്ക്വയർ. അല്ലെങ്കിൽ ടോർക്കിൻ്റെ മൊത്തത്തിൽ ഇക്വേഷൻ എന്തായിട്ട് മാറി? ടോർക്ക് ഈക്വൽ ഒരു കോൺസ്റ്റൻറ്റ് K ഇൻറ്റു ഫൈ ഇൻറ്റു SCR ഇൻറ്റു RR ഡിവൈഡ് ബൈ RR² പ്ലസ് SXRD ഹോൾ സ്ക്വയർ. അപ്പോൾ ടോർക്കിൻ്റെ ന്യൂമറേറ്ററിൽ സ്ലിപ്പ് എസിൻ്റെ ടേമും ഡിനോമിനേറ്ററിൽ എന്താണ്? S² ടേമും അല്ലേ? അപ്പോൾ നമുക്ക് ഹൈ വാല്യൂസ് ഓഫ് സ്ലിപ്പിൽ S² നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് 1ൻ്റെയും 0ൻ്റെയും ഇടയ്ക്കുള്ളൊരു വാല്യൂ ആയിരിക്കും. 1ൻ്റെയും 0ൻ്റെയും അല്ല, 1ന് വലിയ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, ഹൈ വാല്യൂസ് ഓഫ് സ്ലിപ്പിൽ. അപ്പോൾ നമുക്കത് S² നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ടോർക്കിൻ്റെ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? എസ് ഉണ്ട്. ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? S² ഉണ്ട്. അപ്പോൾ ടോർക്ക് മൊത്തത്തിൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എസ്. ഇനി ലോ വാല്യൂസ് ഓഫ് സ്ലിപ്പ് ആണെന്ന് വിചാരിക്കുക. ലോ വാല്യൂസ് ഓഫ് സ്ലിപ്പ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ സ്ലിപ്പ് 0.03% അല്ലെങ്കിൽ 3% എന്ന് പറഞ്ഞാൽ സ്ലിപ്പിൻ്റെ വാല്യൂ എത്രയാണ്? 0.03%. 5% സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 0.05%. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്താവും? 5% എന്ന് പറഞ്ഞാൽ 0.05 ആണ് സ്ലിപ്പിൻ്റെ വാല്യൂ. 3% എന്ന് പറഞ്ഞാൽ 0.03 ആണ് സ്ലിപ്പിൻ്റെ വാല്യൂ. അപ്പോൾ എസിൻ്റെ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ 0.03 സ്ക്വയർ എടുത്ത് എന്താ വരിക? 0.03 ഇൻറ്റു 0.03. അപ്പോൾ 0.0009 ആയിരിക്കും വരും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? സ്ലിപ്പിൻ്റെ സ്ക്വയറിന് ആ സമയത്തൊക്കെ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ലോ വാല്യൂസ് ഓഫ് സ്ലിപ്പിൻ്റെ സ്ക്വയർ നെഗ്ലക്റ്റ് ചെയ്താൽ
ടോർക്ക് വിൽ ബി പ്രൊപ്പോർഷണൽ എന്താ വരിക, ന്യൂമറേറ്ററിൽ എസ്, ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ ഞാൻ നെഗ്ലക്ട് ചെയ്തു. അപ്പോൾ ടോർക്ക് എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ടു എസ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഹൈ വാല്യൂസ് ഓഫ് സ്ലിപ്പിന് ടോർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പും ലോ വാല്യൂസ് ഓഫ് സ്ലിപ്പിന് ടോർക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പും. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരച്ചിട്ടുള്ളത്, നമ്മുടെ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെന്താണ്, ഇതെന്ത് റീജിയനാണ്, ഹൈ സ്ലിപ്പ് റീജിയൻ. ഇതെന്താണ്, ഈ റീജിയനാണ് എന്ത്, ലോ സ്ലിപ്പ് റീജിയൻ. ഇത് എന്താണ്, ഹൈ സ്ലിപ്പ് റീജിയനാണ്. ഓക്കെ, ഇത് ലോ സ്ലിപ്പ് റീജിയൻ, ഇത് ഹൈ സ്ലിപ്പ് റീജിയൻ. അപ്പോൾ നമുക്കറിയാം, എന്തറിയാം നമുക്ക്, ലോ സ്ലിപ്പ് റീജിയനിൽ ടോർക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പും ഹൈ സ്ലിപ്പ് റീജിയനിൽ ടോർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈ സ്ലിപ്പ് റീജിയൻ. ഹൈ സ്ലിപ്പ് റീജിയനിൽ എന്താണ്, ടോർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എസ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് പോകുന്നതിനനുസരിച്ച് സ്ലിപ്പിൻ്റെ വാല്യൂ വണ്ണെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടോർക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടോർക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ടോർക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി ഈ റീജിയൻ എന്താണ്, നമ്മുടെ ലോ വാല്യൂ ഓഫ് സ്ലിപ്പ്. ലോ വാല്യൂ ഓഫ് സ്ലിപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ടോർക്ക് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ്. അപ്പോൾ ലോ വാല്യൂ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നതിനനുസരിച്ച് സ്ലിപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ടോർക്കും എന്ത് ചെയ്യും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ സ്ലിപ്പ് ആയതുകൊണ്ട് സ്ലിപ്പ് കുറയുന്നതിനനുസരിച്ച് ടോർക്ക് എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്പീഡ് ടോർക്ക് കർവ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു പോയിൻ്റ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ പോയിൻ്റ് പ്രത്യേകത എന്താണ്, ഇതാണ് സ്ലിപ്പ് കറസ്പോണ്ടിങ് ടു മാക്സിമം ടോർക്ക്. ഇതാണ് നമ്മുടെ മാക്സിമം ടോർക്ക് അല്ലെങ്കിൽ നമ്മുടെ പുൾ ഔട്ട് ടോർക്ക് എന്നൊക്കെ പറയുന്ന റീജിയൻ. ഓക്കെ.